ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 11 അധ്യായത്തിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. യഹോവ കേട്ട് അവൻ്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി പാളയത്തിൻ്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ജനം മോശയോട് നിലവിളിച്ചു. മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ തീ കെട്ടുപോയി. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തുകയാൽ ആ സ്ഥലത്തിന് തബേര എന്ന് പേരായി. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്ന അല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. മന്നയോ കൊത്തമ്പാലരി പോലെയും അതിൻ്റെ നിറം ഗുൽഗുലുവിൻ്റേതുപോലെയും ആയിരുന്നു. ജനം നടന്ന് പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പമുണ്ടാക്കും. അതിൻ്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയായിരുന്നു. രാത്രി പാളയത്തിൽ മഞ്ഞ് പൊഴിയുമ്പോൾ മന്നയും പൊഴിയും. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വന്ന് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അവർ ഇപ്പോൾ മരുഭൂമിയിലാണ്. കഴിഞ്ഞ 1 വർഷമായി അവർ മന്നയാണ് ഭക്ഷിക്കുന്നത്. 1 വർഷം മുഴുവൻ ഒരേ ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം മടുക്കും എന്ന് നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്. പക്ഷേ അത് ശരിയല്ല. കാരണം എത്രയോ വർഷങ്ങളായി നമ്മൾ മലയാളികൾ ചോറുണ്ണുന്നു. ചോറ് നമ്മൾക്ക് മടുത്തിട്ടുണ്ടോ? ചോറ് കിട്ടാതായാലാണ് നമുക്ക് മടുക്കുന്നത്. അതുകൊണ്ട് ഒരേ ഭക്ഷണം കഴിച്ചാൽ മടുപ്പുണ്ടാക്കും എന്ന കാര്യം അത്ര ശരിയല്ല. എങ്കിലും ഇസ്രായേൽ മക്കൾ പിറുപിറുക്കാൻ തുടങ്ങി. പിറുപിറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പതുക്കെ പറയുക എന്ന് ഒരർത്ഥമുണ്ട്. നമുക്കൊരാളെക്കുറിച്ച് പരാതിയുണ്ട്. ആ പരാതി ആ ആളോട് പറയുന്നതിന് പകരം തന്നെത്താൻ പറയുകയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളുകളോട് പറയുകയോ ചെയ്യുക. ഇവിടെ ഇസ്രായേൽ മക്കൾ പിറുപിറുത്തത് അവർക്ക് ദൈവം നൽകിയ സാഹചര്യങ്ങളെക്കുറിച്ചും ദൈവം നൽകിയ ഭക്ഷണത്തെക്കുറിച്ചും സുഖസൗകര്യങ്ങളെക്കുറിച്ചുമാണ്. ഇത് ദൈവം കേട്ടു. അവർക്ക് വളരെ ചെറിയ ഓർമ്മശക്തിയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് പറയാൻ കാരണം 1 വർഷം മുമ്പ് അവർ അടിമകളായിരുന്നു. അവർക്കിഷ്ടമുള്ള ഭക്ഷണം അവർക്ക് ലഭിച്ചിരുന്നില്ല. ജോലിക്ക് കൂലി ഭക്ഷണമായിരുന്നില്ല, ജോലിക്ക് കൂലിയായി അവർക്ക് അടിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. 1 വർഷം കൊണ്ട് അവരത് മറന്നു. അവർ ഇപ്പോൾ അവരുടെ സാഹചര്യത്തിനെതിരെ പിറുപിറുക്കുകയാണ്. പിറുപിറുക്കുന്നവർ ആരായാലും അവർ വളരെ ചെറിയ ഓർമ്മശക്തിയുള്ളവരാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്ന കഷ്ടതകൾ, അതൊക്കെ അവർ പെട്ടെന്ന് മറന്നു. ഇപ്പോൾ അവർക്കുള്ള നന്മകളെ കാണാൻ അവർക്ക് കണ്ണില്ലാതെയായി. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഒരു സിനിമയുടെ പേരാണത്. പക്ഷേ അതൊരു വാസ്തവമായ പ്രസ്താവനയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വന്ന വഴികൾ മറക്കരുത്. നമുക്ക് ഇപ്പോഴുള്ള അനുഗ്രഹങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ലഭിക്കാൻ ഒരു സാധ്യതയുമില്ലായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ അതിന് ദൈവം മാറ്റം വരുത്തി. ഇപ്പോൾ അതൊക്കെ മറന്നിട്ട് പരാതി പറയുന്നു, പിറുപിറുക്കുന്നു. പിറുപിറുപ്പിൻ്റെ കുഴപ്പം ദൈവം കേൾക്കില്ല, വേറെ ആരും കേൾക്കില്ല എന്ന് കരുതിയാണ് ആളുകളത് പറയുന്നതെങ്കിലും ദൈവം അത് കേൾക്കും. ദൈവം കേൾക്കുമെന്ന് മാത്രമല്ല, ദൈവം അതിനോട് പ്രതികരിക്കുകയും ചെയ്യും. ദൈവം പ്രതികരിച്ചു.
ദൈവത്തിൻ്റെ പ്രതികരണം അവൻ്റെ കോപത്തിൽ ആയിരുന്നു. ഈ പിറുപിറുത്തവരോട് ദൈവം കോപിച്ചു, ദൈവം തീ അയച്ചു. ആ തീ അവരുടെ ഇടയിൽ കത്തി പാളയത്തിൻ്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. എന്ന് വെച്ചാൽ പാളയത്തിൻ്റെ നടുക്ക് താമസിച്ചവരല്ല ഈ തീ മൂലം കൊല്ലപ്പെട്ടത്, അറ്റങ്ങളിൽ താമസിച്ചവർ. എന്ന് വെച്ചാൽ സംഖ്യാപുസ്തകം പഠിച്ചപ്പോൾ തുടക്കത്തിലുള്ള അധ്യായങ്ങൾ നമ്മളത് കണ്ടു. ഇസ്രയേൽ മക്കൾ പാളയം ഇറങ്ങിയിരിക്കുന്നതിൻ്റെ നടുവിലാണ് സമാഗമന കൂടാരം. അതിന് ചുറ്റും പല ഗോത്രങ്ങളായി അവർ താമസിക്കുന്നു, പാളയം അടിച്ചിരിക്കുന്നു, കൂടാരം അടിച്ചിരിക്കുന്നു. പാളയത്തിനോട് ഏറ്റവും അടുത്തുള്ളവർ ലേവ്യർ, പിന്നെ അവിടെ നിന്ന് അകന്നകന്നു പോകുന്ന ആളുകളാണ്. അപ്പോൾ തിരുനിവാസത്തിൽ നിന്നും ഏറ്റവും അകലെ താമസിച്ചിരുന്നവരാണ് അറ്റങ്ങളിലുണ്ടായിരുന്ന ആളുകൾ. ഈ അറ്റങ്ങളിൽ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ഇസ്രയേൽ മക്കളാണോ എന്ന് ചോദിച്ചാൽ അവർ ഇസ്രയേൽ പാളയത്തിലാണ് താമസിക്കുന്നത്. എന്നാൽ ചില ചുവടുകൾ വെച്ചാൽ അവർ അതിൽ നിന്ന് പുറത്താകുകയും ചെയ്യും. അപ്പോൾ ഇസ്രയേൽ മക്കളാണോ? അതെ. എന്നാൽ ഇസ്രയേൽ മക്കളല്ലേ എന്ന് ചോദിച്ചാൽ അവരതിനും മടിക്കാത്തവരാണ്. ദൈവത്തിൻ്റെ ജനമാണ് എന്ന കാര്യത്തിൽ അവർക്ക് തന്നെ വലിയ ഉറപ്പൊന്നുമില്ലാത്ത ആളുകളായിരുന്നു. അഥവാ ദൈവജനത്തോട് ചേർന്ന് നിൽക്കണമെന്ന കാര്യത്തിൽ അവർക്ക് വലിയ ശുഷ്കാന്തിയൊന്നുമില്ലായിരുന്നു. അത്തരക്കാരാണ് ഈ പാളയത്തിൻ്റെ അറ്റത്ത് താമസിക്കുന്നവർ. ഇന്നും ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. അവരോട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നോ, നിങ്ങൾ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നോ? ഉണ്ട്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. എന്നാൽ അവർ ദൈവത്തിൽ നിന്നും പരമാവധി ദൂരെ മാറി നിൽക്കാൻ ശ്രമിക്കുന്നവരാണ്. അവരുടെ കുഴപ്പം അവരാണ് ആത്മീകമായി ആദ്യം വീണു പോകുന്നത്. ഇവിടെ പിറുപിറുത്തതുകൊണ്ട് ദൈവം ആദ്യം നശിപ്പിച്ച് കളഞ്ഞത് ദൈവസന്നിധിയിൽ നിന്നും ഏറ്റവും ദൂരെ നിൽക്കുന്ന ഇസ്രായേൽ മക്കളെയാണ്. അപ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മൾ ദൈവത്തോട്, ദൈവജനത്തോടു കൂടെ ഉറച്ചു നിൽക്കുന്നവരാണോ, അതോ അതിർത്തിയിൽ താമസിക്കുന്നവർ? ഇസ്രായേൽ മക്കളുടെ കൂടെയാണോ? അതെ. എന്നാൽ ദൈവത്തോടു കൂടെയാണോ? വളരെ ദൂരെ. ഇതിൻ്റെ ഒരു നല്ല ഉദാഹരണം പുതിയ നിയമത്തിൽ നമുക്ക് കാണാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ശിഷ്യന്മാരൊക്കെ ഓടിപ്പോയെങ്കിലും പത്രോസ് പിന്തുടരാൻ തീരുമാനിച്ചു. പക്ഷെ നമ്മൾ അവിടെ വായിക്കുന്ന ഒരു കാര്യം, പത്രോസ് അകലം വിട്ടു പിൻചെന്നു എന്നാണ്. കർത്താവിനെ പിന്തുടരുകയാണോ? അതെ, പിന്തുടരുന്നുണ്ട്. പക്ഷേ ഒരു സേഫ് ഡിസ്റ്റൻസ് കർത്താവുമായിട്ട് പത്രോസ് കീപ്പ് ചെയ്തു. അതിൻ്റെ അനന്തരഫലം എന്താണ് എന്ന് നമുക്കറിയാം. അന്ന് രാത്രി പത്രോസ് കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. അത് വലിയ ദുഃഖത്തിനൊക്കെ കാരണമായി. അതിൻ്റെ ഒരു കാരണം കർത്താവിനോട് കൂടെയാണോ? അതെ. എന്നാൽ അവനോട് കൂടെ ആയിരിക്കാൻ കഴിയുന്നില്ല. പരമാവധി ദൂരം പാലിക്കുവാൻ ശ്രമിച്ചു. ഇസ്രയേൽ മക്കളിൽ ഒരു കൂട്ടർ പാളയത്തിൻ്റെ അതിർത്തിയിൽ താമസിച്ചവരായിരുന്നു. അവരാണ് ദൈവത്തിനെതിരെ പിറുപിറുക്കുകയും അതിൻ്റെ ഫലമായുള്ള ശിക്ഷ ആദ്യം അനുഭവിക്കുകയും ചെയ്തത്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.